നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ടിൻഡു. ബേസിക് പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇന്ന് നമ്പേഴ്സ് ആൻഡ് സ്ട്രിങ്സ് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ബ്രീഫായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ അകത്ത് നമ്പേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സ്ട്രിങ്ങുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് റഫായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമ്മൾ റഫായിട്ട് ജനറലായിട്ട് പറയുകയാണ്. നമ്പേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള നമ്പേഴ്സ് വരും. ഒന്ന് സാധാരണ ഇൻറ്റീജേഴ്സും പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റുള്ള 10.5, 10.6, 3.14 ഇങ്ങനെയുള്ള വാല്യൂസ് വരുന്ന ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ വരും. സോ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡിക്ലെയർ ചെയ്യാമെന്നുള്ള നേരത്തെ പറഞ്ഞു, ഞാനൊരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു വേരിയബിൾ, ഇന്ന തരത്തിലുള്ള ഒരു വേരിയബിൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് ആദ്യം പറയും. അതിനാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയുവാണ്, ഒരു ലാംഗ്വേജ് പറയുകയാണ് ഇൻറ്റ് എ. ഇതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണോ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ചുമ്മാ പറയുകയാണ് ഇൻറ്റ് എ. ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഇതാണ്, എ ഈസ് ആൻ ഇൻറ്റീജർ. നമുക്ക് വേണമെങ്കിൽ എ ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറയുന്നതിനെ ഷോർട്ടാക്കി എഴുതിയേക്കുന്നതാണ് ഇൻറ്റ് എ എന്ന് പറയുന്നത്. എ ഈസ് ആൻ ഇൻറ്റീജർ. ഈ ഒരു ലൈൻ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനൊരു കമ്പൈലർ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരു കമ്പൈലർ ഉണ്ടാവും, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. സോ കമ്പൈലർ എന്താ ചെയ്യുക, ഇൻറ്റ് എ എന്ന് പറയുമ്പോൾ അതിന് മനസ്സിലായി എ എന്ന് പറയുന്ന പേരിലുള്ള ഒരു വേരിയബിൾ ഉണ്ട്, അതൊരു ഇൻറ്റീജറാണ്. സോ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്, സൂക്ഷിച്ച് വെക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, കുറേ സ്ഥലങ്ങൾ, മെമ്മറി, നമ്മുടെ മെമ്മറിയിൽ കുറേ ഇടങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ഇടം ഇതിനു വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കണം. സോ ഇൻറ്റ് എ എന്ന് കാണുമ്പം അത് മനസ്സിലാക്കുന്ന എ ഒരു ഇൻറ്റീജറാണ്. ഇൻറ്റീജറിനെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ അലോ ചെയ്യണം. നമ്മൾ പറയുകയാണ്, ഒരു ഹോട്ടലിൽ പറയുകയാണ് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നൊരു ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞാൽ എന്നാ ചെയ്യുക അവർ? ആ ഒരു ഹോട്ടലിൽ ഒരു റൂം അലോക്കേറ്റ് ചെയ്ത് വെക്കും ആ വരുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ലേ. ഈ നമ്മുടെ വീട്ടിലേക്ക് പറയുകയാണ്, എടാ അത് ഇന്ന ആൾ വീട്ടിൽ താമസിക്കാനായിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾ വന്നു കഴിഞ്ഞിട്ടാണോ അയാൾക്കുള്ള മുറി തപ്പാൻ പോവുക? ഇല്ല, അയാൾ വരുന്നതിന് മുൻപേ നമ്മൾ അയാൾക്കുള്ള റൂം സെലക്ട് ചെയ്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഓക്കെ അതിൻ്റെ അകത്തേക്ക് ആളെ പ്രവേശിപ്പിക്കാൻ റെഡി ആയിട്ടിരുത്തും അല്ലേ. അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇത്. നമ്മൾ പറയുകയാണ് എ എന്നൊരു ഇൻറ്റീജർ ഇപ്പം ഇല്ല, വരും. ഓക്കെ, എ എന്നുള്ള ഇൻറ്റീജർ ഇപ്പം ഇല്ല, അതിന് വാല്യൂ ഒന്നുമില്ല, പക്ഷേ അത് വരും. ഇനി ഫ്യൂച്ചറിൽ വരുമ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ഥലം ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയുമ്പം ഈ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അലോക്കേഷൻ ചെയ്യാനുള്ള പോർഷൻ അത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നടക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമുക്കതിലൊരു റോളും ഇല്ല. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ സെക്ഷനും ഓരോ അഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടലാണെങ്കിൽ ഓരോ റൂമിനൊരു നമ്പറില്ലേ, റൂം നമ്പർ 1, റൂം നമ്പർ 10, റൂം നമ്പർ 25. അപ്പോൾ ഹോട്ടലിൻ്റെ ഉടമസ്ഥന് അറിയാം ഏത് റൂമാണ് ഫ്രീ എന്നുള്ളത്. ഓക്കെ, ഏത് റൂമാണോ ഫ്രീ അതിലേക്കാണ് ഈ ആളെ പ്രവേശിപ്പിക്കുക അല്ലേ. സോ ഈ ഒരു ഇത് കിട്ടിയപ്പം ഈ ലാംഗ്വേജിന് മനസ്സിലായി ഇത്രയും സ്ഥലം ഫ്രീ ആണ്, അതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇതിനെ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുകയാണ് എ എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് ഇവിടെ ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ലൊക്കേഷൻ ഇത് നമ്പർ 25 എന്നുള്ള ഒരു ലൊക്കേഷൻ എക്ക് വേണ്ടി അസൈൻ ചെയ്തു. ഇത് റിസർവ്ഡ് ആണ്. ഈ ലൊക്കേഷൻ റിസർവ്ഡ് ആണ്. ഇനി അവിടെ വേറൊന്നിനും വന്ന് സ്ഥാനം പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഒരു റൂം എനിക്ക് ബുക്ക് ചെയ്യണം. അപ്പോൾ റൂം നോക്കിയപ്പം ഒരു 100, 105 2 റൂം നമ്പറാണെന്ന് വിചാരിക്കുക. ബാക്കി എല്ലാ റൂമിലും ആളുണ്ട്, 100, 105. ഈ 2 മുറിയിൽ മാത്രം ആളില്ല. ഓക്കെ, സോ നമ്മൾ ഈ 100 എന്നുള്ള മുറി തിരഞ്ഞെടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, റിസർവ് ചെയ്തു. ഇനി ഒരാൾ വന്നിട്ട് മുറി ചോദിച്ചാൽ ഈ 100 എന്നുള്ള മുറി കൊടുക്കില്ല, 105 കൊടുക്കുകയുള്ളൂ. ഓക്കെ, 105 ബുക്ക് ആയിപ്പോയാൽ പിന്നെ ആര് വന്നാലും റൂം കൊടുക്കില്ല അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി റൂം കൊടുക്കണമെങ്കിൽ ഈ 100ലോ 105ലോ ഏതെങ്കിലും റൂമിലുള്ള ഒരാൾ ഒഴിവായി പോയാൽ മാത്രമേ നമ്മൾ റൂം കൊടുക്കുകയുള്ളൂ. സോ അതാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഒരു ഗസ്റ്റ് വരികയാണ്. വരുന്ന ഗസ്റ്റ് ആരൊക്കെയാണ് എന്നുള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന റൂം ചിലപ്പോൾ മാറും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രായമായിട്ടുള്ള ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രായമായ ഒരാൾക്ക് പറ്റിയൊരു റൂമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്ക് സേഫായിട്ടിരിക്കാൻ പറ്റിയ ഒരു റൂമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓക്കെ, കുട്ടികൾ ഇപ്പോൾ തീരെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്, ഒരു ഫാമിലിയാണ് നമ്മുടെ അടുത്ത് താമസിക്കാനൊക്കെ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാൻ പാകത്തിന് ഒത്തിരി സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് കുട്ടികൾ വീഴാൻ സാധ്യത ഉള്ള ഒരു സ്ഥലത്തൊന്നും നമ്മൾ റൂം കൊടുക്കില്ല അല്ലേ. അതുപോലെ തന്നെ ആ വരുന്ന ഇത് വലിപ്പം അനുസരിച്ച്
അതായത് എന്തുമാത്രം ആളുകളുണ്ട് അതനുസരിച്ചാണ്. ഇപ്പം ഒരു 3-4 പേരുള്ള ഒരു ഫാമിലിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ മുറി കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഇച്ചിരി ഒരല്പം വലിയ മുറി ഉണ്ടെങ്കിൽ ഇവർക്ക് 4 പേർക്ക് ആ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ അതനുസരിച്ച് വലിയ റൂം വേണം. അപ്പോൾ നമ്മൾ ഈ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ പല ലൊക്കേഷനുകളുണ്ടല്ലേ, പല തരത്തിലുള്ള ലൊക്കേഷനുണ്ട്, പല സൈസിലുള്ളതുണ്ട്. സോ അതിൽ ഒരു ഇൻറ്റീജർ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര സ്ഥലം കൊടുക്കണ്ടേ. അതല്ല ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വരുവാണെങ്കിൽ വേറെ കുറച്ച് സ്ഥലമായിരിക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഇൻറ്റീജറിൻ്റെ കേസിലാണെങ്കിൽ ഇൻറ്റീജറിന് ചിലപ്പോൾ കുറച്ച് സ്ഥലം മതിയായിരിക്കും 10. പക്ഷേ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിലോ 3.14 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ചിലപ്പം കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പ് അനുസരിച്ചും അതിന് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, ഓരോ ലാംഗ്വേജിനും ഓരോന്നാണ്. ഓക്കെ, ഇപ്പോൾ സി ലാംഗ്വേജിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് പറയുമ്പം ഇൻറ്റീജറിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. 2 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലോട്ടിനാണെങ്കിൽ 4 ബൈറ്റ്സ്. പിന്നെ വേറെ പല ടൈപ്പുകളുണ്ട്. ഇത് സി ലാംഗ്വേജിൻ്റെ കേസാട്ടോ. ഇത് സി ലാംഗ്വേജിൽ എല്ലാ സി വേർഷനിലും ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, കമ്പൈലർ അനുസരിച്ചൊക്കെ ഇത് മാറും. പക്ഷേ ഓരോ ടൈപ്പിനും ഓരോ മെമ്മറിയൊക്കെ ആയിരിക്കും. ആ മെമ്മറി അലോക്കേഷനും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ്. സോ ഇതാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് സാധാരണ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ്. അതായത് ഇപ്പോൾ 100 ഒരു ഇൻറ്റീജറാണ്, 105.696 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്. ഇതാണ് നമ്പർ. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സാണ്. ഇപ്പം ആപ്പിൾ ഇതൊരു സ്ട്രിങ് ആണ്, ഓറഞ്ച് ഇതൊരു സ്ട്രിങ് ആണ്. അതിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള അക്ഷരങ്ങൾ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചില ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ക്യാരക്ടറിൻ്റെ അറയാണ്. എന്താണ് ഒരു ക്യാരക്ടർ? സ്വഭാവം എന്നുള്ള ക്യാരക്ടറല്ല, ഇത് വേറെ. ആ ക്യാരക്ടറല്ല, ആളുടെ സ്വഭാവം എന്നുള്ള ക്യാരക്ടറല്ല. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഏതെങ്കിലും ഒരു അക്ഷരം എടുത്താലും അല്ലെങ്കിൽ 0 to 9 അല്ലെങ്കിൽ ചില സ്പെഷ്യൽ സിമ്പിൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറയുന്നതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പം എ ഒരു ക്യാരക്ടറാണ്, ബി ഒരു ക്യാരക്ടറാണ്, 9 ഒരു ക്യാരക്ടറാണ്. ഇങ്ങനത്തെ കുറേ ക്യാരക്ടർ ചേരുമ്പോഴാണ് ഒരു സ്ട്രിങ് ഉണ്ടാവുക. ഇപ്പോൾ ആപ്പിൾ എന്നുള്ളൊരു സ്ട്രിങ് എടുത്താൽ അതിൽ എ ഒരു ക്യാരക്ടറാണ്, പി ഒരു ക്യാരക്ടറാണ്, വേറൊരു പി ക്യാരക്ടറാണ്, എൽ ഒരു ക്യാരക്ടറാണ്, ഈ ഒരു ക്യാരക്ടറാണ്. അപ്പം 3, 2, 5 ക്യാരക്ടേഴ്സ് ചേർന്ന ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്. ഓക്കെ, സോ ഏത് ലാംഗ്വേജ് എടുത്താലും അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. സോ സി ലാംഗ്വേജ് പോലെ നമ്മൾ പഠിക്കാൻ പോകുന്ന സി ലാംഗ്വേജാണ്. സി ലാംഗ്വേജ് പോലെയുള്ള ലാംഗ്വേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് APPLE. ഇനി ആ സ്ട്രിങ് അവസാനിച്ചു എന്നറിയാൻ വേണ്ടി ഒരു /0, അത് എൻഡ് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് /0. സ്ട്രിങ് അവസാനിച്ചു എന്ന് പറയാം. APPLE സ്ട്രിങ് അവസാനിച്ചു. അതായത് സാധാരണഗതിയിൽ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പം 5 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിന് 6 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണം. ഓക്കെ, 5 ക്യാരക്ടറാണ് എങ്കിൽ 6 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലം വേണം. സോ ഇത് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. /0 എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട, അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ സ്ട്രിങ്ങിലെ എല്ലാ അക്കങ്ങളും തീർന്നു, സ്ട്രിങ് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് /0. സി ലാംഗ്വേജിലാണ് ഇങ്ങനെ വരുന്നത്. പുതിയ ലാംഗ്വേജസ് വേറെ സ്റ്റൈലിലാണ് സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അത് വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആസ്കി വരുന്നുണ്ട്, അതുപോലെ യൂണിക്കോഡൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആസ്കി, യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും, എല്ലാ ലാംഗ്വേജിലെയും, ഒട്ടുമിക്ക ലാംഗ്വേജിലെയും ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അതിനകത്ത് മലയാളമൊക്കെ വരും. നമുക്കിപ്പോൾ മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പണ്ട് മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആസ്കി കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കീ, എ എന്നൊരു കീ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മലയാളം ഫോണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എ എന്നൊരു ക്യാരക്ടറിനെ നമ്മൾ മാ എന്നുള്ള സിമ്പിൾ ഉണ്ടല്ലോ, ഷേപ്പ്, മലയാളത്തിലെ മാ, ഓക്കെ, ആ മാ എന്ന രീതിയിൽ എഴുതുമായിരുന്നു. അപ്പോൾ ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അതിനെ സ്റ്റോർ ചെയ്യുന്ന എ എന്ന് തന്നെയാണ്. കാണിച്ചു തരുമ്പോൾ മാ എന്ന് കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മലയാളത്തിനൊരു അക്ഷരം ഉണ്ടായിരുന്നില്ല. ശരിക്കും എ എന്നുള്ള അക്ഷരത്തിനെ മാ എന്ന ഷേപ്പിൽ കാണിച്ചു തരുന്നു, അതുകൊണ്ട് നമുക്കത് മലയാളമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിക്കോഡ് വന്നപ്പം അത് മാറി. ഓരോ ഭാഷയ്ക്കും ഓരോ അക്ഷരം കറക്റ്റായിട്ട് വന്നു. ഇപ്പം ഞാൻ മലയാളത്തിലെ മാ, ഈ എം എ അല്ല കേട്ടോ, മാ എന്ന ആ സിമ്പൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മാ എന്ന സിമ്പൽ മലയാളത്തിന് വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ അകത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ യൂണിക്കോഡിന് ഒരുപാട് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ലോകത്തിൽ എത്ര ഭാഷയുണ്ട്, എന്തുമാത്രം ഭാഷയുണ്ട്, അത്രയും ഭാഷകളിലെ പല ഭാഷകളിലെ അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ യൂണിക്കോഡിന് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം വേണം. പക്ഷെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതല്ല ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്.
ആസ്കി എന്ന് പറയുന്ന ഒരു 256 ക്യാരക്ടറുള്ള ഒരു കോഡാണ്. ആ കോഡിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z, 0 to 9, പിന്നെ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, 256 ക്യാരക്ടേഴ്സ്. സോ ഇതിൻ്റെ അകത്ത് മലയാളം വേറെ ഭാഷകളൊന്നുമില്ല. ഓക്കെ, പഴയ C ലാംഗ്വേജ് ഒക്കെ എടുത്താൽ അതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഈ ആസ്കി മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. യൂണിക്കോഡൊന്നും കിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ലാംഗ്വേജസിലൊക്കെ യൂണിക്കോഡ് സപ്പോർട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു മലയാളമൊക്കെ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാം. പണ്ടത്തെ ലാംഗ്വേജിൽ ഇതുപോലെ മലയാളമോ ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ പണ്ടത്തെ ലാംഗ്വേജിൽ പോസിബിൾ അല്ലായിരുന്നു. കാരണം അത് ആസ്കി മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് 256 ക്യാരക്ടറേ ഉള്ളൂ ആകെ. അപ്പോൾ അതൊരു കോഡാണ്. ഇപ്പം A എന്ന് പറഞ്ഞാൽ Aക്ക് ഒരു കോഡുണ്ട്. ഇപ്പോൾ Aയുടെ കോഡ് ഇപ്പം ഞാൻ മറന്നുപോയി, അതിൻ്റെ കറക്റ്റ് കോഡ് നമ്പർ ഇപ്പം 52 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അതിന് 52 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ബിക്ക് 53 എന്നായിരിക്കാം. ആ കറക്റ്റ് കോഡ് ഞാൻ മറന്നുപോയി. ബട്ട് ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും എല്ലാത്തിനും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതാണ് ആസ്കിയുടെ ഐഡിയ എന്ന് പറയുന്നത്. നമ്മളിനി പഠിക്കുന്ന C ലാംഗ്വേജ് ആസ്കി മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ആപ്പിൾ എന്നുള്ള ക്യാരക്ടർ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു ബൈറ്റ് സ്ഥലമായിരിക്കും ഓരോ ക്യാരക്ടറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ A എന്നുള്ള ക്യാരക്ടർ അത് 256 A. ഈ P എന്ന് പറഞ്ഞാൽ 256 സോ ഓരോ അക്ഷരത്തിനും വേണ്ടിയിട്ട് 256 വരെയുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കും. സോ ആപ്പിൾ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആപ്പിൾ എന്നുള്ള ഒരു ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആപ്പിളിലെ A എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈറ്റ്, അടുത്ത P എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് അടുത്ത ഒരു ബൈറ്റ്, അടുത്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ബൈറ്റ്, അങ്ങനെ മൊത്തം 6 ബൈറ്റ് എന്ന് പറയാൻ കാരണം ആപ്പിളിൽ 5 ഉണ്ട്. എൻഡ് ഓഫ് ദ സ്ട്രിങ് ഒരു ക്യാരക്ടറുണ്ട്, സ്ട്രിങ് അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി ഒരു ക്യാരക്ടറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3, 2, 5, 1, 6 ക്യാരക്ടേഴ്സ്. അപ്പോൾ 6 ബൈറ്റ് സ്ഥലം വേണമായിരുന്നു ആപ്പിളിൽ നിന്ന് സ്റ്റോർ ചെയ്യാനായിട്ട്. സോ ഇങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറുകളുടെ അറയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ബോധേഡാവണ്ട. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ആസ്കി, യൂണിക്കോഡ് ഇതിനെക്കുറിച്ചും ബോധേഡാവണ്ട. ആസ്കി എന്ന് പറയുന്ന പഴയ സിസ്റ്റമാണെന്ന് ഓർക്കുക. അതിൽ 256 ക്യാരക്ടർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതിൽ വേറെ ഒരു ഭാഷയും കിട്ടുമായിരുന്നില്ല. യൂണിക്കോഡ് ആയപ്പം ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളും യൂണിക്കോഡിൻ്റെ അകത്ത് വന്നു. നമുക്കറിയാം, ഇപ്പോൾ വാട്സപ്പ് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് താഴത്ത് സ്മൈലീസ് കാണാം നമുക്കല്ലേ. ചിരിക്കുന്ന സ്മൈലി, കരയുന്ന സ്മൈലി, അല്ലെങ്കിൽ കേക്കിൻ്റെ സ്മൈലി, ഇതെല്ലാം യൂണിക്കോഡ് അംഗീകരിച്ച ക്യാരക്ടേഴ്സാണ്. യൂണിക്കോഡ് ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം വാട്സപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം ഞാൻ ഫേസ്ബുക്കിലെ മെസ്സഞ്ചർ അടിച്ചാലും അവിടെയും ഈ കേക്കിൻ്റെ സിമ്പലോ ഈ സ്മൈലി സിമ്പലോ ഒക്കെ അങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ പഴയ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. പണ്ടത്തെ ഫോണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയാം, പണ്ടൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് അടുത്ത സ്ഥലത്ത് പേസ്റ്റ് ചെയ്താൽ മലയാളത്തിൽ കാണാൻ പറ്റില്ലായിരുന്നു. കുറച്ച് സിമ്പലുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം ആ കമ്പ്യൂട്ടറിൽ ആ ഫോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമ്മൾ മലയാളം അയച്ചാൽ എല്ലാവർക്കും കിട്ടും, യൂണിക്കോഡ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. സോ ഇതാണ് ആസ്കി, യൂണിക്കോഡും. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്പർ എന്താണ്, സ്ട്രിങ് എന്ന് പറയുന്ന കുറേ ക്യാരക്ടർ കൂടി ചേർന്നതാണ്. ഓക്കെ, ഇനി നമ്പറിലും സ്ട്രിങ്ങിലൊക്കെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് നടത്താം. നമ്പറിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? അഡീഷൻ. ഇപ്പോൾ 10 + 10, 10 - 10, അല്ല നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാൽക്കുലേഷൻ 10 × 10. ഇൻറ്റു എന്നുള്ളതിന് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റാർ ആട്ടോ പറയുന്നത്. ഈ എക്സ് സിമ്പൽ അല്ല, ഇൻറ്റുവിന് സ്റ്റാറാണ്. 10 / 10. അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റൂലേ. ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവിഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് നമ്പേഴ്സിനുണ്ട്. സ്ട്രിങ്ങിനും കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പ്യൂട്ടർ ഒരു സ്ട്രിങ്, സയൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, ഈ 2 സ്ട്രിങ്ങിനെയും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒറ്റ സ്ട്രിങ് ആക്കാം. ഓക്കെ, ഇത് ഒരു സ്ട്രിങ് ഓപ്പറേഷനാണ്. സ്ട്രിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊരു സ്ട്രിങ് ഓപ്പറേഷനാണ്. 2 സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്ന്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇതിനെ, ഇപ്പോൾ EN ഈ ഒരു സ്ട്രിങ്ങിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഈ വലിയൊരു സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്നും ഈ ഒരു സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ ഇപ്പം സെർച്ച് ഓപ്ഷൻ ഉണ്ട് ഈ ക്രോമിൻ്റെ അകത്തൊക്കെ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ സയൻസ് നോക്കിയാൽ അറിയാൻ പറ്റൂലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ EN നോക്കിയാൽ അറിയാം. കണ്ടോ, ഈ മൊത്തം സ്ട്രിങ്ങിൻ്റെ അകത്ത് ഇവിടെ EN എന്നുള്ള പോർഷൻ ഹൈലൈറ്റ് ആയി. ഇതൊരു സ്ട്രിങ് ഓപ്പറേഷനാണ്. ഈ മൊത്തം സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്നും EN എന്നുള്ള സ്ട്രിങ് കണ്ടുപിടിക്കുക. അങ്ങനെ സ്ട്രിങ് വെച്ചിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇതുപോലെ സ്ട്രിങ് കമ്പൈൻ ചെയ്യുക, സ്ട്രിങ്ങിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുക, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേഷൻസും നമുക്ക് റിയൽ ലൈഫിൽ ആവശ്യം വരും. ഇപ്പോൾ നമ്മൾ കണ്ട അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്ന് ഒരു സ്ട്രിങ്ങിനെ സെർച്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രിങ്ങിൻ്റെ അകത്തുണ്ടോ, നമ്മൾ ക്രോം ബ്രൗസറിൽ കമ്പ്യൂട്ടറിന് സെർച്ച് ചെയ്തപ്പം കമ്പ്യൂട്ടറുള്ള പോർഷൻ ഹൈലൈറ്റ് ചെയ്തു. ഇതൊരു പ്രോഗ്രാമാണ്. ഇത്ര നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് പ്രോഗ്രാമാണ്? ഒരു സ്ട്രിങ്ങിനെ സെർച്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിന് ഈ പറയുന്ന സ്ട്രിങ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ വേരിയബിൾസും ഡാറ്റ ടൈപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്പേഴ്സും സ്ട്രിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഇത് ഓരോ ലാംഗ്വേജിലും ഓരോ രീതിയിലായിരിക്കും. സി ലാംഗ്വേജിൽ ഇത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ അറേ ആയിട്ടാണ്, ജാവയിൽ വേറെ രീതിയിലായിരിക്കാം, പൈത്തണിൽ വേറെ രീതിയിലായിരിക്കാം, PHP യിൽ വേറെ രീതിയിലായിരിക്കാം. സോ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ബോധേടാവണ്ട. നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.